ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കിച്ചൺ ചിമ്മിണിയുടെ പ്രസക്തിനെ കുറിച്ചിട്ടാണ്. നമ്മൾ വീടുകളിൽ പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അടുപ്പിൻ്റെ മേളിലായിട്ട് നമ്മളൊരു എക്സോസ്റ്റ് ഫാൻ വെക്കും. ആ എക്സോസ്റ്റ് ഫാനാണ് ഇതിൻ്റെ പുകയും എല്ലാം വലിച്ചു നേരെ പുറത്തേക്ക് കളഞ്ഞത്. അപ്പോൾ അങ്ങനെ കളയുന്ന സമയത്ത് നമ്മുടെ ഭിത്തികളൊക്കെ കംപ്ലീറ്റ് മങ്ങി കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഓയിലും മയങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് പല വീടുകളിലും. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് കഴിവുള്ള കാർപ്പൻറ്റേഴ്സ് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർ ഈ ഒരു ചിമ്മിണിയുടെ ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കിയിട്ടൊരു കബോർഡിന്റെ കൂടെ തന്നെ ഷേപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തൊരു എക്സോസ്റ്റ് ഫാൻ വെക്കാൻ തുടങ്ങി. കാലഘട്ടം മാറുന്നതനുസരിച്ച് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ ഇതുപോലത്തെ ഒരു ചിമ്മിണിയിലേക്ക് വന്നു. ഇതുപോലത്തെ ചിമ്മിണി എന്ന് പറയുമ്പോൾ ഇത് പുഷ് ബട്ടൺ പുഷ് ബട്ടൺ ചിമ്മിണിയാണ് ആദ്യം നമ്മൾ ഇറങ്ങിയത്. ട്രഡീഷണൽ ചിമ്മിണിയാണിത്, പുഷ് ബട്ടൺ. അതിനുശേഷം നമ്മൾ പിന്നെ ടച്ചിലേക്ക് മാറി. ടച്ച് ഇങ്ങനത്തെ ഗ്ലാസ് വരുന്നതും ടച്ച് വഴി ഓപ്പറേറ്റ് ചെയ്യാവുന്ന ചിമ്മിണിലേക്ക് പതുക്കെ മാറി. അതിനുശേഷം പിന്നെ ഇപ്പുറത്തെ മോഡൽ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡൽ വരുമ്പോൾ നമ്മൾ ടച്ച് മാറി മോഷൻ സെൻസറായി. മോഷൻ സെൻസർ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് റൈറ്റും ലെഫ്റ്റും കാണിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നതാണ് മോഷൻ സെൻസർ. മോഷൻ സെൻസറിലേക്കായി, ഫിൽട്ടർലെസ് ആയി, ഓട്ടോ ക്ലീൻ ആയി, അങ്ങനത്തെ എല്ലാ സെറ്റിങ്സുകളായി. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഓട്ടോ സെൻസ് ആണ്. നമ്മൾ ആ ഒരു ഓട്ടോ സെൻസ് ചിമ്മിണിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങളപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ ഒരു മോഡൽ ചിമ്മിണി ഇതെന്ന് പറഞ്ഞാൽ ഈ മോഡലിൻ്റെ പേര് ഓട്ടോ സെൻസ് മോഡൽ ചിമ്മിണിയാണ്. അത് ഫ്ലാറ്റ് ആയിട്ടുള്ള മോഡൽ ചിമ്മിണി ഉണ്ട്. അതേപോലെ തന്നെ കെർവ് ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്. അങ്ങനെ ഒത്തിരി മോഡലുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചിമ്മിണി. ഈ ചിമ്മിണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും കൂടി ഒരുമിച്ച് ഒത്തിണക്കി കുറഞ്ഞ ബഡ്ജറ്റിൽ ഇറക്കിക്കുന്ന ചിമ്മിണിയാണ്. അതായത് ഈ ചിമ്മിണിക്കകത്തുള്ള പ്രത്യേകത വെച്ചാൽ ഓട്ടോ സെൻസ് ആണ്. ഓട്ടോ സെൻസ് ആണ് മെയിൻ ആയിട്ടുള്ള ഇതിനകത്തുള്ള അഡ്വാൻസ് ഫീച്ചർ വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്ന ഓട്ടോ സെൻസ് ആണ്. ഫിൽട്ടർലെസ് ആണ്. മൂന്നാമത്തത് BLDC ആണ്. BLDC എന്ന് പറയുമ്പോൾ പവർ കൺസംപ്ഷൻ വളരെ കുറവായിട്ടുള്ള ഒരു സെഗ്മെന്റിൽ വരുന്ന മോട്ടറും അതിന്റെ PCB എല്ലാം വരുന്നതാണ് BLDC. ഓട്ടോ ക്ലീൻ ഉണ്ട്. അങ്ങനെ എല്ലാ ടെക്നോളജിയും കൂടി ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മോഡലാണ് ഓട്ടോ സെൻസ് മോഡൽ. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോഷൻ സെൻസർ വഴി ഇത് ഓണാക്കാം. ഇപ്പം ഇതിനകത്ത് ഡിസ്പ്ലേ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ ഓരോ പ്രാവശ്യം കാണിക്കുന്ന അനുസരിച്ചിട്ട് സ്പീഡ് കൂടുതലും കുറവും വരും. 9 സ്പീഡാണ് ഇതിനകത്ത് ഉള്ളത്. BLDC ടെക്നോളജിയാണ്. ഇത് കാണിക്കുന്നത് ഫുൾ RPM ടെക്നോളജിയാണ്. RPM ആണ്. ഇത് ഓട്ടോ ക്ലീൻ വർക്ക് ചെയ്യുന്നതിന്റെ ബട്ടണാണ്. പിന്നെ അതുകൂടാതെ ഇനി നമുക്ക് ടച്ചിൽ വേണമെങ്കിൽ ടച്ചിൽ വർക്ക് ചെയ്യിക്കാം. മോഷൻ സെൻസർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്ലസ് മൈനസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ലൈറ്റ് ഓൺ ആക്കണമെങ്കിൽ ലൈറ്റ് ഓൺ ആക്കാം. പിന്നെ അതുകൂടാതെ ഓട്ടോ ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലൈറ്റിന്റെ ബട്ടണിൽ തന്നെ ഓട്ടോ ക്ലീൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോ ക്ലീൻ ആക്ടിവേറ്റ് ആവും. ഓട്ടോ ക്ലീൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതുകൂടാതെ ഇനി മറ്റൊരു ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ താഴെ നിന്ന് അടുപ്പ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിമ്മിണി ലൈൻ ഓണായി കിടപ്പുണ്ട്, നമ്മളിവിടെ ഓണാക്കിയിട്ടില്ല. താഴെ നിന്നൊരു ചെറിയ ഹീറ്റ് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ചിമ്മിണി സ്റ്റാർട്ടായി റണ്ണാകാൻ തുടങ്ങും. അതെങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. അതിന്റെ സെൻസർ വരുന്നത് ഈ രണ്ട് ഭാഗത്തായിട്ടാണ് ഇതിന്റെ സെൻസർ വരുന്നത്. ഇവിടെ വരുന്നൊരു സെൻസർ, ഇപ്പുറത്തെ ഒരു സെൻസർ, 2 സെൻസർ ഉണ്ട് ഈ 2 ഭാഗത്തായിട്ട്. ഇതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒരു ലൈറ്റർ ഉണ്ട്, അത് ഇപ്പൊ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഹീറ്റ് അടിക്കുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളാം. ഇവിടെ താഴെ സെൻസർ ഉണ്ട്. ഇവിടെ ഇപ്പൊ ഡിസ്പ്ലേയിൽ ഒന്നുമില്ല, ഓഫാണ്. എന്താ ഹീറ്റ് അടിച്ചപ്പോൾ ആ സെൻസറിൽ ഹീറ്റ് അടിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിമ്മിണി ഓണായി. അതാണ് ഓട്ടോ സെൻസ് ചിമ്മിണി. അപ്പൊ എന്തുകൊണ്ടും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വർക്ക് ചെയ്യുന്നതാണ് എലീക്കയുടെ ഓട്ടോ സെൻസ് മോഡൽ ചിമ്മിണികളെല്ലാം തന്നെ. ഇനി ഈ ഓട്ടോ സെൻസ് ചിമ്മിണിയുടെ തന്നെ കുറച്ചുകൂടി കൂടിയ മോഡൽ വേറെ ഉണ്ട്, ഐസ്മാർട്ട് എന്ന് പറഞ്ഞത്. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂം ടെമ്പറേച്ചർ മിനിമം ഒരു 30 അല്ലെങ്കിൽ 35 ഡിഗ്രി ടെമ്പറേച്ചർ ആണെങ്കിൽ ആ ടെമ്പറേച്ചർ കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഡിഗ്രി ടെമ്പറേച്ചർ അല്ലെങ്കിൽ 2 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വർക്കാവും. അതേപോലെ തന്നെ ഐസ്മാർട്ട് എന്ന ചിമ്മിണി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എത്ര ടെമ്പറേച്ചർ കൂടുമ്പോൾ, നിലവിലുള്ള ടെമ്പറേച്ചറിനേക്കാൾ എത്ര ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് നമുക്ക് ഈ ചിമ്മിണി വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അതുമേൽ തന്നെ അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്